ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. സർപ്രൈസായിട്ട് ഒരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാനും എൻ്റെ അനിയത്തിയും കൂടെ. അതിനുവേണ്ടി അനന്തുവിനെ വിളിച്ച് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കേക്കൊക്കെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് സർപ്രൈസായിട്ട് ഇങ്ങനെ വിളിച്ചതാണ്. പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഒന്ന് സർപ്രൈസ്ഡ് ആയി കേട്ടോ, കാരണം നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഈ കേക്കൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടിയെന്നായിരിക്കും പുള്ളിക്കാരൻ ആലോചിച്ചത്. അതാണ് ആദ്യം ഒരു ഞെട്ടലിങ്ങനെ നോക്കിയത്. അപ്പോൾ അച്ഛനും അറിയത്തില്ലായിരുന്നു. ഇതാണ് കേട്ടോ അനന്തുവിൻ്റെ അച്ഛൻ. അപ്പോൾ ഞങ്ങൾ 4 പേരുമാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ അനന്തുവിൻ്റെ അച്ഛൻ പറയാണ്, മിയമോളെ കയ്യിൽ വെച്ചിട്ട് വേണം ഈ കൊല്ലം കേക്കൊക്കെ കട്ട് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. കാരണം ഞങ്ങളുടെ മിയമോൾ വന്നതിന് ശേഷമുള്ള അനന്തുവിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കത്തിയൊക്കെ ഇങ്ങനെ കയ്യിൽ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സ് ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയവൾ. അങ്ങനെ കഴിഞ്ഞ കൊല്ലമൊക്കെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആഘോഷത്തിൽ. പക്ഷേ ഈ കൊല്ലം അവർക്കൊരു അത്യാവശ്യം വന്നിട്ട് ഒരു സ്ഥലം വരെ പോവേണ്ടി വന്നു. അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. അവരെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം അവർ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. അപ്പം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് മിയമോളെ ഞാനിങ്ങനെ മേടിച്ചു കയ്യിൽ. അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ അവസ്ഥ വളരെ ദയനീയകരമായിരുന്നു. കാരണം ഹാപ്പി ബർത്ത്ഡേ ബൈ മിയമോൾ എന്നാണ് കേക്കിൽ എഴുതിയിരുന്നത്. അതിൽ ബൈ മിയമോൾ എന്നുള്ളത് അവർ കൊണ്ടുവന്നപ്പോൾ അത് കുറച്ച് ഒന്ന് കുളമായിപ്പോയി. അത് റൈറ്റിങ്സ് ഒക്കെ പോയായിരുന്നു. കുഴപ്പമില്ല, ഇത്രയും മഴയത്ത് അവർ നമുക്ക് കൊണ്ടുവന്നതേ വലിയ ഭാഗ്യം. ആ ചേട്ടനെ നമുക്ക് അറിയായിരുന്നു, അങ്ങനെയാണ് ആ ചേട്ടൻ കൊണ്ടു തന്നത് കേട്ടോ. അപ്പോൾ ആ റൈറ്റിങ്സ് ഒക്കെ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കേക്ക് കിട്ടിയല്ലോ ടൈമിൽ, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ കഴിക്കുവാണ്. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും എനിക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ എൻ്റെ അനിയത്തിയുണ്ട് കേട്ടോ. അവൾ ഷൂട്ടിനിടയിലൊക്കെ അവൾ ഇങ്ങനെ തിരക്കിട്ട് വന്ന് ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേർന്നു. വളരെ സന്തോഷം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അനന്തു. ചേട്ടാ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. കാരണം എക്സ്പെക്റ്റ് ചെയ്തതാണോ? ഇല്ല, എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി 25 ആണ്. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് നാളെ വരുന്ന ദിവസമാണ്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കേക്ക് കട്ട് ചെയ്തത്. വേറെ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു അത്ര. അതുമല്ലാണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഭയങ്കര ശോകമായിരുന്നു. ഇന്ന് ഫുള്ളും മഴയും കറണ്ടും ഇല്ല, മഴയൊക്കെ ആയിട്ട് ഭയങ്കര ശോകമായിട്ടുള്ളൊരു ദിവസവും കൂടെ ആയിരുന്നു. എന്തായാലും ഈ മഴയത്തൊക്കെ പോയിട്ട് ഈ കേക്കൊക്കെ വാങ്ങുമെന്ന് എന്തായാലും ഒരിക്കലും വിചാരിക്കൂല എന്നാണ് എൻ്റെ ഒരു വിചാരം അല്ലേ. കാരണം എന്തായാലും വിചാരിക്കൂല. ചേട്ടനോടും കൂടെ ഒന്ന് ചോദിച്ചോക്കാം, ചേട്ടൻ എക്സ്പെക്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചോക്കാം. ചേട്ടാ എക്സ്പെക്ട് ചെയ്താട്ടാ കേക്ക് ഇല്ലാത്ത ഈ സ്ഥലത്ത് നമ്മൾ എവിടെ നിന്ന് പോയി മേടിക്കാനാണ്? ഞാൻ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത ഒരു സാധനമാണ്. എന്തേലും പറയട്ടാ. എന്റെ ബർത്ത്ഡേ വരുവാണ്. എന്നാണ് ജൂൺ 27 നമ്മുടെ മിയക്കുട്ടിയുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പം അത് നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കും അല്ലേ ഏട്ടാ? അല്ലേ? നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് ആഘോഷിക്കണുണ്ട്. അപ്പം അതിൻ്റെ ഒരു വ്ലോഗ് നമ്മൾ ഉടനെ തന്നെ എടുത്തതായിരിക്കും. ഓക്കെ, അപ്പം ബൈ.